BMC ചാനലിന്റെ പുസ്തക പരിചയ പരിപാടിയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ തോമസ് പനക്കളം, മലയാള വിഭാഗത്തിലെ അധ്യാപകനാണ്. ഇന്ന് നമ്മൾ പുസ്തക പരിചയത്തിനായി എടുത്തിട്ടുള്ള പുസ്തകം പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ കൽപ്പറ്റ നാരായണന്റെ എൻ്റെ ബഷീർ എന്ന പുസ്തകമാണ്. വളരെ സമീപകാലത്താണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത്. മലയാളത്തെ സംബന്ധിച്ച് മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയങ്കരനായ പ്രശസ്ത എഴുത്തുകാരൻ ബഷീറിന്റെ ജീവിതം ഒരുപക്ഷെ ഒട്ടേറെ എഴുത്തുകാർ ഒരു പ്രഹേളിക പോലെ പിന്തുടർന്ന ഒരു സാഹിത്യ ജീവിതമാണ് ബഷീറിൻ്റെത് എന്ന് പറയാം. കാരണം ബഷീറിനെ പല നിലകളിൽ വായിക്കാനും പഠിക്കാനും ബഷീറിന്റെ കൃതികളെ തലനാരിഴകേറി പഠിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ മലയാള സാഹിത്യത്തിൽ നടന്നിട്ടുണ്ട്. നിരൂപക പക്ഷത്തു നിന്ന് ഖണ്ഡനവും മണ്ഡനവുമായ ഒട്ടേറെ വിമർശനങ്ങൾ ബഷീറിനെ കുറിച്ചുണ്ടായിട്ടുണ്ട്. ശബ്ദങ്ങൾ വിശ്വസാഹിത്യമാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് ഭഗവത്ഗീതയാണ് എന്ന് പറഞ്ഞതുപോലെയുള്ള വിമർശനങ്ങൾ, ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഏഴിന്റെ കഥാകാരൻ എന്ന നിലയിലുള്ള വിമർശനക്കുറിപ്പുകൾ, ജീവിതത്തെ തന്നെ തന്റെ അനുഭവങ്ങളുടെ വൻകര സൃഷ്ടിച്ച എഴുത്തുകാരൻ എന്ന നിലയിലുള്ള കാഴ്ചപ്പാടോടുകൂടിയ നിരൂപണങ്ങളൊക്കെ ബഷീറിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൽപ്പറ്റ നാരായണന്റെ എൻ്റെ ബഷീർ എന്ന പുസ്തകം ഒരു നിരൂപക പക്ഷത്തു നിന്നുള്ള ബഷീർ വായനയല്ല, ഹൃദയപക്ഷത്തു നിന്ന് ബഷീറിനെ നോക്കിക്കാണാനാണ് കൽപ്പറ്റ നാരായണൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് പുസ്തകത്തെ കുറിച്ചുള്ള വായനയിൽ ആദ്യം പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനമായി അത് പറയാനുള്ള കാരണം, ഒരു ക്ലീഷ എന്നതുപോലെ ബഷീർ സാഹിത്യത്തിലെ പദാവലികൾ, ബഷീറിന്റെ പ്രയോഗങ്ങൾ, ബഷീറിന്റെ ശൈലി വൈചിത്ര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുകയും സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ അത് പ്രയോഗിക്കുകയും ചെയ്യുന്ന നിരൂപകരും എഴുത്തുകാരും മലയാളിക്കുണ്ട് എന്നത് മറന്നുകൊണ്ട് അല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും കൽപ്പറ്റ നാരായണൻ എൻ്റെ ബഷീർ എന്ന കൃതി എഴുതിയിട്ടുള്ളത് തൻ്റെ ഹൃദയപക്ഷത്തു നിന്ന് ബഷീറിനെ നോക്കിക്കണ്ടുകൊണ്ടാണ്. എനിക്കെങ്ങനെ ഈ എഴുത്തുകാരൻ അനുഭവപ്പെടുന്നു എന്നുള്ളതിലേക്ക് ആമുഖഭാഗത്ത് കുഞ്ഞുണ്ണി മാഷിനോടൊപ്പം ബഷീറിനെ ഒരു അസുഖകാലത്ത് കാണാൻ പോയ കാര്യം വിവരിച്ചുകൊണ്ടാണ് പുസ്തകത്തിന്റെ ആമുഖഭാഗം ആരംഭിക്കുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, ഇത്ര വലിയ അസ്വസ്ഥതയുടെ ഘട്ടത്തിലും തന്നെ കാണാൻ വന്ന ഒരാൾക്ക് സ്നേഹത്തോടെ ഒരു പുസ്തകം സമ്മാനിക്കുന്ന ഒരു ബഷീറിന്റെ ഒരു മനോഭാവത്തെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ മതിലുകൾ എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമാണ് എടുത്തു കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നതായി നാരായണൻ രേഖപ്പെടുത്തുന്നത്, ചെറിയൊരു പുസ്തകമാണ്, അധികം ബുദ്ധിമുട്ടിപ്പിക്കില്ല, വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ കഴിയും എന്ന നിലയിലുള്ള ഒരു പ്രയോഗം. ബഷീറിന്റെ ശൈലികൾ ലോകപ്രസിദ്ധങ്ങൾ തന്നെ ആണ് എന്ന് പറയാം. കാരണം റൊണാൾഡ് ഈ ആശ്രമിന്റെ തർജ്ജമയോടുകൂടി ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്കും ബഷീറിന്റെ പ്രവേശനം ഉണ്ടായി എന്ന് നമുക്കറിയാം. തീർച്ചയായും ബഷീറിനെ പോലെ ഒരു സാഹിത്യകാരനെ കുറിച്ച് എഴുതുമ്പോൾ പറ്റിപ്പോകാവുന്ന ഒരുപാട് പ്രമാദങ്ങൾ ഉണ്ട്. സ്വാഭാവികമായും അനുവാചകന്റെ, പ്രത്യേകിച്ച് ആസ്വാദകന്റെ പക്ഷത്തു നിന്ന് ബഷീറിനെ സമീപിക്കുമ്പോൾ അതിഭാവുകത്വത്തിന്റെയോ അതിവൈകാരികതയുടെയോ ഒക്കെ ശൈലികൾ രൂപപ്പെട്ടു വരാനിടയില്ല. പക്ഷെ അവിടെ അതിലേക്കൊന്നും പഴുതി വീഴാതെ കൽപ്പറ്റ നാരായണൻ തന്റെ ബഷീറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഹൃദയപക്ഷത്തു നിന്ന് അവതരിപ്പിക്കുകയാണ് എന്ന് പറയാൻ കഴിയും. വെളിച്ചമുണ്ടാകട്ടെ എന്ന ആദ്യ ഭാഗം മുതൽ അന്തവും അനന്തവും എന്ന അവസാന ഭാഗം വരെ ബഷീറിനെ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെയും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലൂടെയും ഹൃദയപക്ഷത്തു നിന്ന് നോക്കിക്കാണാനാണ് കൽപ്പറ്റ നാരായണൻ ശ്രമിക്കുന്നത്. ആദ്യത്തെ ലേഖനം വെളിച്ചമുണ്ടാകട്ടെ എന്ന ലേഖനം, അവിടെ സാറമ്മയും കേശവൻ നായരും തമ്മിലുള്ള പ്രണയം, പ്രേമലേഖനം എന്ന മനോഹരമായ കൃതി, ആ കൃതിയെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടിലുള്ള ചില വിവരണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കേശവൻ നായരും സാറാമ്മയും ഒരുപക്ഷെ സ്വപ്നം കണ്ടത് കാൽപ്പനികതയുടെ താഴ്വാരങ്ങളായിരുന്നില്ല എന്ന് നമുക്കറിയാം. യാഥാർത്ഥ്യബോധമുള്ള ഒരു പ്രണയ സങ്കല്പമാണ് ബഷീർ പ്രേമലേഖനത്തിലൂടെ ആവിഷ്കരിച്ചത്. മനുഷ്യൻ എങ്ങോട്ടാണ് വളരുന്നത് എന്ന രണ്ടാം ഭാഗം ബാല്യകാല സഖി എന്ന കൃതിയെ കുറിച്ചാണ്. ബാല്യകാല സഖി ഒരുപക്ഷെ ബഷീറിന്റെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കൃതികളിൽ ഒന്നാണ് എന്ന് നമുക്കറിയാം. ബഷീറിന്റെ എഴുതപ്പെട്ട കൃതികളിൽ
ഏറ്റവും കൂടുതൽ വൈകാരികമായ അനുഭൂതി പകരുന്ന കൃതിയായി കൂടി വ്യാഖ്യാനിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ബാല്യകാല സഖിയാണ്. ഈ രചനാകാരന്റെ, ഈ എഴുത്തുകാരന്റെ ദുരന്തബോധത്തെ കുറിച്ച് എം പി പോൾ എന്ന് പറയുന്ന നിരൂപകൻ ഒരുപക്ഷെ അല്പം സംസാരിക്കുക കൂടി ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് ഹൃദയരക്തം ഒടിഞ്ഞിരിക്കുന്നത് പോലെ വേദനയുടെ ജീവിതത്തിന്റെ ആഴമായ സംഘർഷങ്ങളെയാണ് ഈ കൃതി ബാല്യകാല സഖി അടയാളപ്പെടുത്തുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഒരുപക്ഷെ എം പി പോളിന്റെ നിരീക്ഷണം. ഏതായാലും യാഥാർത്ഥ്യത്തിന്റെയും റിയലിസത്തിന്റെയും കാഴ്ചപ്പാടിൽ വായിക്കാവുന്ന ഒരുപക്ഷെ ബഷീറിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ബാല്യകാല സഖിയാണ്. അതിഭാവുകത്വത്തിന്റെ അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ പൂർണ്ണമായും ഒരുപക്ഷെ ഒരു കൃതിയുടെ വൈകാരികമായ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ബഷീറിന്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന കൃതി ഒരു നിലവാരപ്പെട്ട കൃതിയായി പല നിരൂപകരും പരിഗണിക്കുന്നത് പോലുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഹൃദയാനുഭവത്തിന്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ബാല്യകാല സഖി പകരുന്ന പാഠങ്ങൾ ചെറുതല്ല എന്ന് പറയാനാണ് മനുഷ്യൻ എങ്ങോട്ടാണ് വളരുന്നത് എന്ന ഭാഗത്ത് കൽപ്പന നാരായണൻ ശ്രമിക്കുന്നത്. ശ്രദ്ധേയമായി തോന്നിയ മറ്റൊരു കാര്യം, ഇന്ദുക്കുപ്പയ്ക്ക് ഒരു ആനയുണ്ടാകുന്നു എന്ന ബഷീർ കൃതിയെ കുറിച്ച് പാരമ്പര്യത്തെ അല്ല, പാരമ്പര്യ ഘോഷണത്തെ കുറിച്ചാണ് ബഷീർ ആ കൃതി എഴുതിയിരിക്കുന്നത്. ഈ തറവാടിത്ത ഘോഷണം പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ എന്ന് വൈലോപ്പള്ളിയുടെ വരികൾ ചേർത്ത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ചിന്തിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ പാരമ്പര്യത്തിന്റെ നന്മകളെ കുറിച്ച് ബഷീറിന് മോശം വിചാരങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ല, മറിച്ച് പാരമ്പര്യ ഘോഷണം, ഉപ്പയുടെ ആനയുടെ നിഴൽ, ആ ഓർമ്മ പലപ്പോഴും വർത്തമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും ഓർത്തെടുക്കപ്പെടുകയും അത് അനൗചിത്യപരമായി ആവർത്തിക്കുകയും ചെയ്യുന്ന കുഞ്ഞിതാച്ചുമ്മ യഥാർത്ഥത്തിൽ പഴമയെ അനാവശ്യമായി മുറുകെ പിടിക്കുന്ന ഒരു കഥാപാത്രമാണ്. അത്തരം പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നവരല്ല, മറിച്ച് പുതുമയുടെ പുതിയ കാഴ്ചപ്പാടുകളുടെ സമീപനത്തെ പാരമ്പര്യത്തോട് ചേർത്ത് വെച്ച് കാണുന്ന ആളുകളാണ് വേണ്ടത് എന്ന് ബഷീർ ഉപദർശിച്ചിട്ടുണ്ടാവും എന്നാണ് കൽപ്പന നാരായണന്റെ ഭാഷ്യം. മറ്റു ഭാഗങ്ങളിലെല്ലാം ബഷീർ കൃതികളിലൂടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഹൃദയപക്ഷത്ത് നിന്ന് നോക്കിക്കാണാനുള്ള ശ്രമമാണ് കൽപ്പന നാരായണൻ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പല കൃതികളിലും കവിതയും കഥയും ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. കഥാസമാഹാരവും കവിതാ സമാഹാരവും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ നിരൂപകൻ എന്ന നിലയിൽ ഒരുപക്ഷെ അദ്ദേഹം പൂർണ്ണമായി അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ ആസ്വാദക പക്ഷത്ത് നിന്ന്, അനുവാചക പക്ഷത്ത് നിന്ന്, ഹൃദയപക്ഷത്ത് നിന്ന് കൃതികളെ സമീപിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കൽപ്പന നാരായണന്റെ എന്റെ ബഷീർ എന്ന് പറയുന്ന കൃതി മികച്ചതായിരിക്കുന്നു. ബഷീറിനെ കുറിച്ചുള്ള സാധാരണവും നിരന്തരവും തുടരുന്നതുമായ ക്ലീഷേ ശൈലികളിൽ നിന്ന് മാറാൻ ഒട്ടൊക്കെ കൽപ്പന നാരായണന് സാധിച്ചിട്ടുണ്ട്. എങ്കിലും പരമ്പരാഗതമായി ചിലപ്പോൾ തന്നെ ബഷീറിനെ കുറിച്ച് വ്യവഹരിക്കപ്പെട്ട പല രീതികളും ചിലപ്പോഴെങ്കിലും ഒക്കെ ആവർത്തിക്കുന്നു എന്നത് ഈ പുസ്തകത്തിന്റെ ഒരു ചെറിയ ന്യൂനതയായി എടുത്തു കാട്ടാവുന്നതാണ്. DC ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 60 രൂപയാണ്.